ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ നമുക്ക് പാവയ്ക്ക കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം പൊതുവേ എനിക്ക് പാവയ്ക്ക ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ കറി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ പാവയ്ക്ക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, നന്നായിട്ട് മൊരിച്ചെടുക്കണം. പിന്നെ നമ്മൾ പാവയ്ക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഉണക്കമുളകും കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ സവാള മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരണം, അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറ്റി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പാവയ്ക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ. വറുത്ത് വെച്ചേക്കുന്ന പാവയ്ക്കയില്ലേ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തായിട്ട് ചേർക്കേണ്ട പുളിയാണ് കേട്ടോ. പുളി നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ. പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർക്കേണ്ട ശർക്കരയാണ് കേട്ടോ. ശർക്കര ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്